ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിക്കാനുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമായതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ പരിശീലനം കഴിഞ്ഞ് പോകുമ്പോൾ നല്ല മെൻറ്റർമാരായി ഗ്രന്ഥശാലകളിൽ ഇതെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ബഹുമാനനായ സെക്രട്ടറി ആദരണീയനായ ശ്രീ അഡ്വക്കേറ്റ് പി കെ ജോൺസൺ അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കാം. അനുസരിച്ച് ബാല്യമാവാൻ ആഗ്രഹിക്കുക അല്ലേ? നിങ്ങളുടെ ലൈബ്രറിയിൽ അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ചെറുപ്പക്കാരനാവാം, കുട്ടിയാവാം എന്നതിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ്. പക്ഷേ കടന്നുപോയ കാലങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അങ്ങനെ കിട്ടാത്തത് കൊണ്ട് തന്നെ പ്രകൃതി തന്നെ ഒരു പ്രായം, ഒരു ഘട്ടം കഴിയുമ്പോൾ ആ പ്രായമായിട്ടുള്ളവരുടെ സ്വഭാവ സവിശേഷതകൾ കുട്ടികളായി മാറുന്നു എന്നുള്ളത് പഠനം തെളിയിച്ചിട്ടുണ്ട്. കാര്യം ശാഠ്യങ്ങളും ദുശാഠ്യങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ വരും. അതേസമയം നമ്മുടെ കുട്ടികൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ നാടിനെ സംബന്ധിച്ചും നാടിന്റെ സവിശേഷമായ സാഹചര്യങ്ങളും എങ്ങനെ നമ്മൾ ഇങ്ങനെയായി എന്നതിനെ സംബന്ധിച്ചും എല്ലാം പഠിക്കേണ്ടതായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികളടക്കം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരുടെയും ഓരോ മാതാപിതാക്കളുടെയും കുട്ടികൾ അവരെ ഒരിക്കലും ഒരു സമൂഹത്തിൽ വിടാൻ പലപ്പോഴും നാം ആഗ്രഹിക്കില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാണെങ്കിൽ അന്നത്തെ കാലത്ത് 8ഉം 10ഉം വലിയ വയസ്സായ നമ്മുടെയൊക്കെ അപ്പന്മാരുടെയും അമ്മമാർക്കും ഒക്കെ 8ഉം 10ഉം കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ പരമാവധി 1ഓ 1/2 ഉള്ളൂ അല്ലേ? അപ്പൊ അവരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുക, അവർ സമൂഹത്തിൽ സാമ്പത്തികമായി ഔന്നത്യം ഉണ്ടാക്കിയെടുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ഉയർന്ന വിദ്യാഭ്യാസം സിദ്ധിച്ചവർ പോലും നല്ല ഇന്റർവ്യൂകളിൽ പുറകോട്ട് പോകുന്നുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം രാജമോഹൻ സാറും അവിടെ ഉണ്ടായിരുന്നു. ദുബൈയിൽ വെച്ചിട്ട് കൊട്ടാരക്കരക്കാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു വലിയ യോഗം നടന്നു. ഏതാണ്ട് 1000-ലധികം ആളുകൾ പങ്കെടുത്തതാണ്. 1984 മുതൽ 90-91 കാലം വരെയുള്ള സെന്റ് ഗ്രിഗോറിയസിൽ പഠിച്ച കുട്ടികളായിരുന്നു പറഞ്ഞാൽ അന്നത്തുള്ള പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു ആ പങ്കെടുത്തതിൽ 70% ആളുകൾ. ആ 70% ആളുകളിലും ഒരുപക്ഷെ നിങ്ങളെ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. ദുബൈ, ഷാർജ, റാസൽ ഖൈമ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൂടെ UAE നിന്ന് മൊത്തത്തിൽ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. 2 ദിവസക്കാലം നീണ്ടുന്ന കൂട്ടായ്മ. ആ കൂടിയതിന്റെ അനുഭവത്തിൽ അവർ ഓരോരുത്തരും പങ്കുവച്ചു. എൻ്റെ കൂടെ പഠിച്ച 1986-89 കാലയളവിൽ സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ പങ്കെടുത്ത ഒരു 10-20ഓളം വരുന്ന ആളുകൾ വാരോത്സവമായിട്ട് സംസാരിച്ച് എന്റെയും കാര്യം പറഞ്ഞതാണ്. ഇവരാരും ഒരു റാങ്ക് ഹോൾഡറും ആയിരുന്നില്ല. കേരള സർവകലാശാലയിൽ ഉള്ള ഒരു സബ്ജക്റ്റിലെയും ഒരു റാങ്ക് ഹോൾഡറും ആയിരുന്നില്ല ആരും. ഞാൻ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഒരു മീഡിയം പഠിത്തം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, പ്രീ ഡിഗ്രി ശേഷം ഡിഗ്രി ആയിരുന്നു. ഇപ്പോഴാണല്ലോ +2 എല്ലാം വരുന്നത്. ആ ഡിഗ്രിക്ക് പഠിച്ച കൊമേഴ്സും പൊളിറ്റിക്സും അന്നത്തെ സയൻസ് ബാച്ചും അന്ന് കൺവെൻഷണൽ ആയിട്ടുള്ള പഠിത്തം മാത്രമേ ഉള്ളൂ. ഇന്നാണ് നമുക്ക് ഈ AI ഒക്കെ ഉള്ളല്ലേ, മുളകല്ലിപ്പ ആഗ്രഹിക്കുന്നത് അല്ലേ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇങ്ങനെയുള്ള അത്യന്താധുനികമായ കോഴ്സുകളാണ് മിക്കവാറും സർവകലാശാലകളിലെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അന്ന് കൺവെൻഷണൽ ആയിട്ടുള്ള BA, BCom, BSc ഇത് മാത്രമേ ഉണ്ടായിരുന്നു. BScക്ക് ഒരു 3, 4, 5 സബ്ജക്റ്റ് ഉണ്ടാവും. BAക്ക് 1, 2 സബ്ജക്റ്റ് ഉണ്ടാവും. BComൽ സബ്ജക്ട് സബ്സിഡിയറി അല്ലെങ്കിൽ പോലും കൊമേഴ്സും അക്കൗണ്ടൻസി അതുമായി എല്ലാം ബന്ധം. അന്ന് കൺവെൻഷനായി പഠിച്ചിട്ടുള്ള 70% പറഞ്ഞാൽ 10-700ഓളം വരുന്ന കുട്ടികൾ ഇന്ന് ദുബൈയിലെ അല്ലെങ്കിൽ UAEയിലെ അല്ലെങ്കിൽ ലോകത്തുള്ള വിവിധങ്ങളായ പ്രദേശങ്ങളിലെ ഏറ്റവും മിടുക്കന്മാരായ കുട്ടികളാണ്.